തൻ്റെ വിവാഹം നടക്കാത്തതോർത്ത് നിങ്ങളുടെ പാരൻസ് വളരെ വ്യാകുലപ്പെടുന്നുണ്ടോ? അത് കാരണം നിങ്ങൾക്ക് ഒരു സ്ട്രെസ് അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ക്വിക്കായിട്ടുള്ളൊരു മാരേജ് നിങ്ങളുടെ കരിയറിനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയൽ ടൈം ഓഫ് മാരേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തൻ്റെ വിവാഹത്തിന് അനുയോജ്യനാണെന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അയാൾ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. ഒരു പാർട്ട്ണർ തന്നെ ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ അയാളുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വന്നാലും എനിക്ക് ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ പറ്റും, എൻ്റെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെയോ ഹെൽപ്പ് ഇല്ലാതെ തന്നെ എനിക്ക് എൻ്റെ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ട്, അത്തരത്തിലുള്ളൊരു വിവാഹത്തിന് നമ്മൾ കമ്പാറ്റബിൾ ആണോ, നമ്മൾ മെച്യൂർ ആണോ, ഒരു പാർട്ട്ണറെ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഒരു പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കല്യാണം നടക്കാത്തത് കൊണ്ട് നിങ്ങൾ വല്ലാതെ വെറീഡ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ സമയമാകുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ കാര്യമുള്ളൂ, ഒട്ടും ടെൻഷൻ അടിക്കാതെ വളരെ കാം ആൻഡ് കൂളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ ഏറ്റവും അനുയോജ്യനാണോ, ആപ്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാം.